ചെങ്കോട്ട സ്ഫോടനത്തിൽ കാർ ഓടിച്ചത് ഡോക്ടർ ഉമർ തന്നെയെന്ന സ്ഥിരീകരണം വന്നു. കുടുംബാംഗങ്ങളുടെ DNA സാമ്പിളുകളുടെ പരിശോധനയിലാണ് ഈ കാര്യം വ്യക്തമായത്. വൈറ്റ് കോളർ ഭീകര സംഘത്തിലെ പ്രധാനികൾ ഡോക്ടർ ഉമറും ഡോക്ടർ മുസമ്മിൽ ഷക്കീലുമെന്ന് NIA സാക്ഷ്യപ്പെടുത്തുന്നു. ഡിസംബർ 6-ന് വൻ ആക്രമണം നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരും. അതുപോലെ നമ്മുടെ വാർത്താമുറിയിൽ നിന്ന് B. ദിലീപ് കുമാറും കൂടി ചേരുന്നുണ്ട്. ആദ്യം ബൽറാമിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ബൽറാം, ശരിക്കും ഇത് വളരെ ആസൂത്രിതമായ ഒരു അക്രമമാണ് ഡൽഹിയിൽ ഉണ്ടായത്. ഒരു ഭീകരാക്രമണം തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടോ? വെരി ഗുഡ് മോർണിംഗ് SKN. ഈ ഡൽഹി സ്ഫോടന സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ വിവരം പുറത്തു വരുന്നത് ഈ കാർ ഓടിച്ചിരുന്നത് ആര് എന്ന ചോദ്യം കഴിഞ്ഞ 3 ദിവസങ്ങളായി ഉത്തരം കിട്ടാതെ തുടരുകയായിരുന്നു. അതിന് ഒരു ഉത്തരമായിരിക്കുന്നു. കാർ ഓടിച്ചിരുന്നത് അല്ലെങ്കിൽ ഈ സ്ഫോടനം നടത്തിയിരിക്കുന്നത് അതിൽ പ്രധാനിയായ ഡോക്ടർ ഉമർ മുഹമ്മദ് തന്നെയാണ് എന്ന സ്ഥിരീകരണമായിരിക്കുകയാണ്. DNA പരിശോധനയിലാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഉമർ മുഹമ്മദിന്റെ മാതാവിന്റെയും സഹോദരങ്ങളുടെയും DNA പരിശോധന കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അത് ഈ കാറിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും കണ്ടെത്തിയ മൃതദേഹ അവശിഷ്ടങ്ങളുടെ സാമ്പിളുകളുമായി ഒത്തുനോക്കിയപ്പോഴാണ് ഈ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു വിവരം തന്നെയാണ്. അതേസമയം കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയ അന്വേഷണത്തിൽ ഒട്ടേറെ നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ പരിശോധനകൾ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ ഫോറൻസിക് പരിശോധനാ ഫലങ്ങൾ, അതിന്റെ അന്തിമ റിപ്പോർട്ട് ഇനിയും സമയമെടുക്കും എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ആ പരിശോധന ഇപ്പോഴും തുടരുന്നു. ഇന്നും ചെങ്കോട്ട അടച്ചിട്ടിരിക്കുകയാണ്. നിലവിൽ ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്ന നിർണായക വിവരം അത് ഈ സ്ഫോടനം എന്നുള്ളത് കാലങ്ങളായി ആസൂത്രണം ചെയ്ത് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയായിരുന്നു. വലിയൊരു സ്ഫോടന പദ്ധതി നടത്താനായിരുന്നു ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ പദ്ധതി. അത് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനം മുതൽ തന്നെ ഈ മേഖല ചെങ്കോട്ട ഉൾപ്പെടുന്ന ഡൽഹിയിലെ തന്ത്രപ്രധാന മേഖലകളിൽ ഈ സംഘം നിരീക്ഷണം നടത്തിയിരുന്നു എന്ന് ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഡിസംബർ 6-ന് ബാബറി മസ്ജിദ് ദിനത്തിൽ ആക്രമണം നടത്താൻ സംഘത്തിന് പദ്ധതി ഉണ്ടായിരുന്നു എന്നും അത് ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ വൻതോതിലുള്ള സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചത് എന്നും പലയിടങ്ങളിലായി ഒരു സ്ഫോടന പരമ്പരയ്ക്കാണ് ലക്ഷ്യം വെച്ചിരുന്നത് എന്നുമുള്ള വിവരമാണ് ഏജൻസികൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ ഉമറും ഡോക്ടർ മുസമ്മിലുമായിരുന്നു ഈ സംഘത്തിലെ പ്രധാനികൾ. എല്ലാ കാര്യങ്ങളും ഉമർ മുസമ്മിലുമായി പങ്കുവച്ചിരുന്നു. ഈ സ്ഫോടന പദ്ധതിയെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ മുസമ്മിൽ അറസ്റ്റിലായി. സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതോടെ ഉമർ പരിഭ്രാന്തിയിലാകുകയും തുടർന്ന് വളരെ പെട്ടെന്ന് തന്റെ വാഹനവുമായി ബാക്കി കൈവശമുണ്ടായിരുന്ന സ്ഫോടക വസ്തുക്കളുമായി ഡൽഹിയിലേക്ക് വരികയായിരുന്നു എന്നും 11 മണിക്കൂറോളം സമയം ഡൽഹിയിൽ ഇയാൾ ചിലവഴിച്ചിരുന്നു എന്നും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ഏതാണ്ട് 1000-ലധികം CCTV ദൃശ്യങ്ങളാണ് ഇതിനകം തന്നെ ഡൽഹി പോലീസും ഏജൻസികളും ചേർന്ന് ശേഖരിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ചു വരികയാണ്. പ്രത്യേകിച്ചും പാർക്കിംഗ് ഏരിയയിൽ മാത്രം 3 മണിക്കൂറിലേറെ സമയം ഇയാൾ ചിലവഴിച്ചിരുന്നു. ഡൽഹിയിലെ തന്ത്രപ്രധാനമായ കൊണാട്ട് പ്ലേസ് അടക്കമുള്ള ഇടങ്ങളിൽ ഇയാൾ ഇതിനിടെ സഞ്ചരിച്ചിരുന്നു ഈ കാറിൽ. ഇതെല്ലാം തന്നെ ഇവിടങ്ങളിലെല്ലാം അത്തരത്തിലൊരു ആക്രമണ പദ്ധതി ഉണ്ടായിരുന്നു ഈ സംഘത്തിന് എന്ന തരത്തിലുള്ള സൂചനകളാണ് നൽകുന്നത്. ഇക്കാര്യം വിശദമായി തന്നെ പരിശോധിച്ച് വരികയാണ്. ഒപ്പം തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളുമായി ഇവർക്കുള്ള ബന്ധം, ഇവർ തമ്മിൽ നടത്തിയ ആശയവിനിമയം അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമമാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായതിന് 10 ദിവസം മുമ്പ് മുതൽ ഒമർ ഉപയോഗിച്ചിരുന്ന 5 മൊബൈൽ നമ്പറുകൾ അവ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്ന് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതേ സമയം തന്നെ ഇയാൾക്ക് രഹസ്യമായി മറ്റേതെങ്കിലും നമ്പർ ഉണ്ടായിരുന്നു, അതുവഴിയാണോ ആശയവിനിമയം നടത്തിയിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. പ്രത്യേകിച്ച് ഈ ഫരീദാബാദിൽ നടന്ന റെയ്ഡ്, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ, വാർത്തകൾ ഇയാൾ കൃത്യമായി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഏജൻസികളുടെ നിഗമനം. അത് എങ്ങനെ എന്നുള്ളതാണ് പരിശോധിച്ചു വരുന്നത്. ഈ പാർക്കിംഗ് ഏരിയയിൽ, ജമാ മസ്ജിദിന് സമീപമുള്ള പാർക്കിംഗ് ഏരിയയിൽ വാഹനം നിർത്തിയ സമയത്ത് ഇയാൾ വാർത്തകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന ചില സൂചനകളാണ് ലഭിച്ചിരിക്കുന്നത്. 3 മണിക്കൂറോളം സമയം. തുടർന്നാണ് ഇയാൾ പരിഭ്രാന്തിയിലായതും പെട്ടെന്ന് ഈ സ്ഫോടന സ്ഥലത്തേക്ക് വാഹനമെടുത്ത് ഇയാൾ എത്തുന്നത് എന്നുമാണ് ഏജൻസികളുടെ നിഗമനം. അങ്ങനെയെങ്കിൽ ഇയാൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ നമ്പർ ഏത്, അത് സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചു എന്നാണ് നിഗമനത്തിൽ എത്തിയത് എങ്കിൽ പോലും ആ നമ്പറിന് പിന്നിൽ കണ്ടെത്തുകയാണെങ്കിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആർക്കൊക്കെ വിവരങ്ങളുമായി ചേർന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.